അപ്പൊ വീണ്ടും സച്ചിന്റെ ഹാർലി ഒരു ത്രോട്ടിന് കൊടുത്തേ. മോനെ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ കിടിലം റോഷൻ ഡ്രൈവർ പിന്നെ നമ്മുടെ സ്വന്തം മല്ലൻ കൊച്ചി, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. രാജാവ് ഇതായിരിക്കുന്നു. അപ്പം ഇന്നത്തെ പരിപാടി കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ കേല് ഒടിഞ്ഞു പോയായിരുന്നു. അപ്പം സച്ചിൻ ഇവിടെ ഒരു കടയിൽ കൊണ്ടുവന്ന് അപ്പം തന്നെ ചൂടോടെ പുതിയ നമ്പർ പ്ലേറ്റ് കിട്ടി കേട്ടോ. അപ്പൊ ഈ നമ്പർ പ്ലേറ്റ് കൊണ്ടുപോയി ചൂട് നമ്പർ പ്ലേറ്റാ. അപ്പൊ ഇതും കൊണ്ട് ഇനിയിപ്പോ ഷോറൂമിൽ പോയിട്ട് ഈ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതൊരു ചെറിയൊരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ച്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആവും, അല്ലെങ്കിൽ ചുമ്മാ എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് സച്ചിന്റെ കയ്യിൽ ഇരിക്കുന്ന കണക്കത്തെ ഒരു സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങണം കേട്ടോ. അപ്പൊ അതൊക്കെ വാങ്ങണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നേരെ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം. അപ്പൊ ആദ്യം നമ്മുടെ ഐഫോണിന്റെ സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. സച്ചിൻ യൂസ് ചെയ്ത് കിട്ടും സാധനം കേട്ടോ. അതിൻ്റെ തന്നെ മൈക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം സച്ചിൻ കൊണ്ടുവന്ന ഒരു ക്യാമറ ഷോപ്പാണ് കേട്ടോ. അപ്പം ആ സാധനം സെലക്ട് ചെയ്യാം കയറിയിട്ട്. അപ്പം സംഭവം കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ആണോ ബ്ലാക്ക് ആണ് വേണ്ടത്? ഓക്കെ, അപ്പൊ നമ്മള് സെയിം ഇത് തന്നെ. ഇതാണ് നമ്മള് വാങ്ങിക്കാൻ പോണ, ഞാൻ വാങ്ങിക്കാൻ പോണ സാധനം കേട്ടാ. സംഭവം അടിപൊളി യൂസ്ഫുൾ. സാർ ഇത് പൊയ്ക്കാണ്ടിയാ പൊയ്ക്കേ. സത്യം പറഞ്ഞത് കുറച്ചേ പോകുമ്പോളത്, ഞാനാണ് ഈ ഇടയ്ക്ക് വന്നത് കാണിച്ചു കൊടുത്തത് ഫുള്ള് പോകുന്നത്. സച്ചിൻ ഇത്രയും നോക്കിക്കൊണ്ട് നടന്ന. ഓക്കെ, ട്രൈപോഡ് കാണിച്ചെടുത്തേ. ഓക്കെ, ഇതേപോലെ യൂസ് ചെയ്യാനും പറ്റും. നമുക്കിടും അല്ലേ? ക്യാമറയും ഇതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ക്യാമറ വയ്ക്കാനുള്ള പിന്നെ വലിയ ക്യാമറയും വെക്കാം. അതാണ്ട. പിന്നെ ഇതങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഫോൺ നോക്കാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് മൈക്ക്, റോഡിന്റെ മൈക്ക് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ. നമുക്ക് കൊള്ളാം. ഗുഡ് സെലക്ഷൻ സച്ചിൻ, താങ്ക് യു. ഈ ഒരു സെക്ഷനിൽ ഫുള്ള് നമ്മളെ റോഡിന്റെ മൈക്കാണ്. 29,500 ഇവിടുത്തെ പ്രൈസ്. ഇത് എത്ര? ഇതിന്റെ വില 25,000. ഈ കാണുന്ന 29,000 സാധനം ഞാൻ അടുത്ത 20,000 രൂപയ്ക്ക് ഇതിപ്പോ വാങ്ങിച്ചതാ. ഇത് 1,300. ഇത് ഫോണും വയ്ക്കാം, ക്യാമറയും വയ്ക്കാം, പിന്നെ മുകളിൽ മൈക്കൊക്കെ കണക്ട് ചെയ്യാണ്ടെങ്കിലേ ഈ റോഡിന്റെ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഹോൾഡ് ചെയ്യാം. പിന്നെ പൊക്കാം, ഇത്രയും പൊക്കാം. എന്റെ ഫ്രണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പൊ അവന് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാ. സച്ചി ക്യാമറ തൂക്കുമെന്നാണ് തോന്നണ കേട്ടോ കണ്ടിട്ട്. ഇത് വേറെയാണ്, നിക്കോണ്ടതാ. അയ്യോ മാരകല്ലേ, ക്വാളിറ്റി നോക്കി. അയ്യോ എനിക്ക് പോവാ. നമ്മള് റോഷന്റെ ഫ്ലാറ്റിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ തിരിച്ച്. അപ്പം സച്ചിനാണ് അപ്പം ഷോറൂമിൽ കൊണ്ടുപോകണം വണ്ടി. നമ്പർ പ്ലേറ്റ് കാണിച്ചൊന്നുമില്ലല്ലോ. അതാ ഇതാണ് നമ്പർ പ്ലേറ്റിന്റെ അവസ്ഥ. കേല് മാത്രം ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതും കൊണ്ട് തിരിച്ചു പോകാൻ റിസ്ക് ആണ്. അപ്പൊ ഷോറൂമിൽ കാണാം, പോയിട്ടാ. KTM ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് KTM സർവീസ്. ഇത് ഏതാണ് സ്ഥലത്താണ്? വൈറ്റില KTM സർവീസിലാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ അർജന്റ് ആയതുകൊണ്ട് ഇത് സെറ്റ് ചെയ്താലേ കൊടുത്തുള്ളൂ കേട്ടോ. എങ്കിലും മാത്രമേ എനിക്ക് വീട്ടിൽ പോകാൻ അപ്പോൾ, അല്ലെങ്കിൽ പോലീസ് ക്ലിപ്പിടും. അതാ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ തീർന്നു കേട്ടോ. ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് മാറ്റാൻ വന്നതാണ്. പക്ഷെ മച്ചാൻ വന്ന് തന്നെ ഫ്രണ്ടും ബേക്കും കൂടെ ഇളക്കാണെന്ന് നോക്കി കേട്ടാ. ഇത് ഇളക്കിയായിരുന്നു, പക്ഷെ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞു. അപ്പം ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് അപ്പം സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ പേരെന്ത് പറഞ്ഞ? സതീഷ്, നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബറും കൂടെയാണ്. താങ്ക് യു. ഓക്കെ, പോട്ടെ, ശരി. അപ്പോൾ ഗായ്സ്, നമ്മൾ തിരിച്ച് എല്ലാ പരിപാടിക്കും ശേഷം നമ്മൾ സച്ചിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത ചെറിയൊരു പ്രോഗ്രാമിനായിട്ട് പോവുകയാണ്. സച്ചിൻ്റെ ഹാർലി ഞാൻ കഴിഞ്ഞ വന്നപ്പോൾ കണ്ടായിരുന്നു, അന്ന് പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ ആദ്യമായിട്ടാ. സച്ചിൻ്റെ പുതിയ ഹാർലിയാണ്, നമ്മുടെ മുത്തുമണിയാണ് കേട്ടോ. വണ്ടി ഓടിച്ചു നോക്കി, ഭയങ്കര ക്യൂട്ടാണ്. വണ്ടിയുടെ ഉള്ളിലിരുന്ന് ഒരു എന്താണ് ഭയങ്കര മാസം കണക്ക് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം കേട്ടോ. വണ്ടി അടിപൊളിയാണ്. അപ്പം പോവാം. ഓക്കെ, അപ്പം ഹാർലിയിലും 650ലും ഡ്യൂക്കിലും ആയിട്ടുള്ള റൈഡാണ്. റോഷനും ഉണ്ട്. അപ്പം നമുക്കിനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. കഴിഞ്ഞ തവണ കൊച്ചി വന്നപ്പോൾ, കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസം മുമ്പ് കൊച്ചി വന്നപ്പം ഇത് കണക്കായിരുന്നു. നമ്മൾ 3 പേരും ഒരു നൈറ്റ് റൈഡൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചായിരുന്നു. പുട്ടും ബീഫൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ സ്റ്റോറി ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് കണക്ക് 3 വണ്ടി കൂടെ പറപ്പിച്ചാണ് നിന്നത്. കട്ടയ്ക്ക് ഇങ്ങനെ പോയി നിന്ന് കേട്ടോ. കണ്ടോ ഫോണുണ്ടോ? കണ്ടോ, ഇത് കണക്ക് സൗണ്ട് ഉണ്ടാക്കി പോകും. അപ്പം നമുക്ക് ഇങ്ങനെ വിരിക്കും.
ഇപ്പം ഇത് എനിക്ക് വിരിവിരാ പോകും. കഴിഞ്ഞ പക്ഷേ വേറെ ലെവലാണ്. രാത്രി 12 മണിക്ക് ആയിരുന്നു കേട്ടോ. അപ്പം മെയിൻ റോഡ് ഓപ്പൺ റോഡായിരുന്നു. വേറെ വണ്ടികളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് കൈയെടുത്തിട്ട് ബഹളമായിരുന്നു. അടുത്ത റോഷം പോണത് സീനാണ്. നൈസ് വൈബാണ് കേട്ടോ. നൈറ്റ് റൈഡ് ചെയ്യാൻ സംഭവം നൈസാണ് കേട്ടോ. ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ സംഭവം നൈസാണ്. വേറെ വണ്ടികളൊന്നും കാണത്തില്ല. ഭയങ്കര സമാധാനത്തിൽ പയ്യെ വണ്ടി ഓടിച്ച് അങ്ങ് നൈസിനങ്ങ് വീട്ടിൽ പോവാം. രാവിലെ പോയാൽ ഉള്ള ചൂടും പിന്നെ ഉള്ള ട്രാഫിക്കും എല്ലാം കൂടെ കാരണം ഒരു ക്ഷീണമായിരിക്കും. നൈറ്റ് പക്ഷേ അങ്ങനെയൊന്നുമില്ല. 12 മണി 1 മണിക്കൊക്കെ ചെറിയ പട്ടിക്കടയൊക്കെ തുറന്നിട്ടായിരിക്കും. അവിടെ നിന്നൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് വൈബ് അടിച്ചങ്ങ് പോവാം. വണ്ടി വിഷയം ഒരു ത്രോട്ടിന് കൊടുത്തേ. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ റോഡ് മോങ്സിലാണ്. അവിടെ ചെറിയൊരു അവിടുത്തെ പരിപാടി എന്താണെന്നറിയാം? റോഡ് മോങ്സിൻ്റെ പരിപാടി എന്തായിരുന്നു അവിടെ? എന്താ ചെറിയൊരു എന്താ ഡിസംബറിൻ്റെ ഒക്കെ ഓഫറും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ കൊച്ചി വന്നപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചായിരുന്നു. അവൻ്റെ സ്റ്റോറി കൊണ്ടുകൊണ്ട് പുള്ളി ഇങ്ങനെ വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഷോപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് പോവുകയാണ്. അവിടെ എന്താ നൈറ്റ് പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. സമയം ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. 6 മണിക്കാണ് പരിപാടി. സമയം 7:30 ആയി. അങ്ങ് എത്തുമ്പോൾ ഏകദേശം ഒരു 7:45 ആവും. എന്തായാലും ജസ്റ്റ് വിളിച്ചതിൻ്റെ പേരിൽ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും സൗണ്ടിൻ്റെ രാജാക്കന്മാരാണ് കേട്ടോ. നമ്മൾ പവറിൻ്റെയും. അപ്പോൾ ഇവിടെ അയ്യോ വലിയ വൻ പരിപാടിയാണല്ലോ. ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഗ്രാൻഡാണല്ലോ. ഓ തന്നെയല്ലേ? അതാണ് നമ്മൾ കറക്റ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല. അപ്പൊ കേക്ക് ടീ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലോട്ടൊക്കെ പോയിട്ട് വരട്ടെ. ഓക്കെ. ആലുവയിലാണ് തൊട്ടടുത്തായതുകൊണ്ട് എന്തായാലും താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. പരിപാടിയൊക്കെ വൺ കളറായിരുന്നു കേട്ടോ. റോഡ് ബോക്സിൻ്റെ കേക്ക് 7 ആനിവേഴ്സറി ആണ് റോഡ് ബോക്സിൻ്റെ. അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് എല്ലാവരോടും ചേർത്ത് മുറിച്ചെടുത്ത് കേട്ടോ. അപ്പം ഇനി കേക്ക് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തോണ്ടിരിക്കുക. അവിടെ യാസിൻ അച്ഛനൊക്കെ അവിടെ കേക്ക് കണ്ടിച്ച് മാറിക്കളഞ്ഞു. എൻ്റെ ഹായ് പറഞ്ഞേക്ക്. ഓക്കെ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ വന്ന സമയം കറക്റ്റായിരുന്നു. ഒരുപാട് ആൾക്കാർ എല്ലാവരും ഉണ്ട്. കേക്കുണ്ട്, ഇഷ്ടംപോലെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ കേൾക്കുന്നുണ്ട്. ഇല്ലേ അല്ലേ അല്ലേ അല്ലേ? ഒരു ചെറിയ ബോക്സ് തന്നിട്ടുണ്ട് കേട്ടോ. കട്ലേറ്റ്, ലഡു, പിന്നെ വേറെന്തോ ഒരു സംഭവം. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാറില്ല, വിഴുങ്ങാറായിരിക്കും അല്ലേ? നാക്ക് തൊടാതെ വിഴുങ്ങും. ഓക്കെ. അപ്പം നൈസ് താരങ്ങള ഫ്രൂട്ടി ഉണ്ട്. ഫ്രൂട്ടി അപ്പം എല്ലാം കഴിക്കട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പം ഒരു പാക്കറ്റ് അഡീഷണൽ ഇട്ടിട്ടുണ്ട്, ഒരു ഫ്രൂട്ടി അഡീഷണൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് സച്ചിൻ്റെ വീട്ടിൽ പോകണം. അവിടുത്തെ സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്യണം. ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് സ്ഥലം വിടണം. നൈറ്റ് ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ഏകദേശം ഒരു 10 മണിയൊക്കെ ആവുമായിരിക്കും. 10 മണിക്ക് വീട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പ്ലാനിന് വീണ്ടും ഒരു ചേഞ്ച് കേട്ടോ. അപ്പോൾ റോഷൻ്റെ ഫ്ലാറ്റ് എത്തിയതായിരുന്നു. അപ്പം അടുത്തത് ഓക്കെ ചായ കുടിക്കാൻ പോകണമെന്ന് ചെറിയൊരു മോഹം. അപ്പം ഇവിടുന്ന് എവിടെയാണെന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിക്കാനായിട്ട് പോകാൻ കേട്ടോ. വെറുതെ ഒരു ചായ കുടിക്കാനായിട്ട് ഇപ്പോൾ 10-20 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോവുകയാണ്. വണ്ടി ഓടിച്ച് മടുക്കുന്നില്ല. എപ്പോഴും ഫുൾ വൈബാണ് കേട്ടോ. ഇതേപോലെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുമ്പ് പ്ലാൻ ചെയ്താൽ മൂന്നാർ പോയാലും ജസ്റ്റ് പ്ലാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പം എല്ലാം ഒന്നും സെറ്റ് ആവുന്നില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ല. എനിക്ക് ഇപ്പം നേരെ മൂന്നാർ വിടാനായിട്ട് നിൽക്കുകയായിരുന്നു. ഒറ്റ മൈൻഡ് സെറ്റിൽ അങ്ങ് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഫുൾ ഓൺ.
മോനെ കുറച്ച് നേരത്തെ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് നമ്മൾ ചായ പിടിക്കാനായിട്ടുള്ള സ്പോട്ട് തിരിക്കുകയാണ് ഗായ്സ്. വണ്ടിയൊക്കെ കരിഞ്ഞ് നാറാണ്. ഒരുപാട് വെറൈറ്റി ചായകളൊക്കെ ഉണ്ടാക്കുന്ന ഏരിയയിൽ നമ്മുടെ ഷവർമ കാര്യങ്ങളൊക്കെ ഒരു കിഡ് ഷവർമയും പിന്നെ എന്താണ് പറഞ്ഞ ചായ അല്ലേ? വെറൈറ്റി ചായ അല്ലേ? സാധാ ചായയാണ്. നോർമൽ ചായ വേണമെന്ന് വെച്ചപ്പോഴേക്കും സാധാ ചായ മതി. ദോഷം പറഞ്ഞതാണ്. ഷവർമയും ചായ കൂടെ കഴിക്കാണ്ടിരിക്കാനേട്ടാ. അപ്പൊ ഗായ്സ്, അപ്പൊ ഇന്നത്തെ റേസിംഗ് ഒക്കെ അല്ല റേസിംഗ് അല്ല വണ്ടി ഓടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് എല്ലാം അടിച്ച് ഒരുപാട് ഫുഡ് കഴിച്ചു കേട്ടോ. വയറൊക്കെ ഡമ്പായി. അപ്പം റോഷന്റെ ഫ്ലാറ്റ് ആണ് ബേക്കി കാണുന്നത്. അപ്പൊ റോഷൻ ഇവിടെ വെച്ചപ്പോ പോവുകയാണ്. എന്തിനാണോ മറ്റന്നാ വീണ്ടും ഇവിടെ തന്നെ വരും. ചിലപ്പോ പറയത്തില്ല. കൊച്ചിയിലെ ട്രിപ്പൊക്കെ അങ്ങനെയാണ്. അപ്പം റോഷൻ ഇവിടെ വെച്ച് പറഞ്ഞു വിടുകയാണ്. ഓക്കെ അളിയാ, പോയി റെസ്റ്റ് എടുത്തോ. ഇനി അടുത്ത വേണം നമുക്ക് അടുത്ത റേസിംഗിന് ഓട്ടോണിക്ക് കയറ്റാം. അപ്പൊ ഇനിയിപ്പോ ഞാൻ സച്ചിന്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ റൈഡിങ് കോസ്റ്റ്യൂമിലൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോയാ. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ഇനി ന്യൂ ഇയറിന് കാണാം അല്ലേ? അതിനുമുമ്പ് വരാൻ പറ്റി നോക്കാം. ശരി ഓക്കെ. അപ്പം ഫുൾ സൂട്ടപ്പായിട്ട് ഗ്ലൗസ് മടിയിൽ വെച്ചേക്കാണ് കേട്ടോ. കുറച്ച് നേരം ഫ്രഷ് എയർ കയ്യിൽ കൊള്ളട്ടെന്ന് വിചാരിച്ചേട്ടാ. എന്നിട്ട് ഗ്ലൗസ് ഇടാമെന്ന് വിചാരിച്ച്. അപ്പം സമയം ഇപ്പോൾ 10 മണിയാകാൻ പോകുന്നത്. 9:53 കേട്ടോ. രാത്രി 10 മണിയൊക്കെ ആയപ്പം എന്താ അവിടുന്ന് സച്ചിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങിയാണ്. 1 ഡേ ട്രിപ്പ് കൊച്ചിയിൽ. നൈസായിരുന്നു കേട്ടോ. ഒരു ദിവസം പോയത് അറിഞ്ഞില്ല. വൈബ് ദിവസമായിരുന്നു. ഇനിയിപ്പോൾ നൈസ് പാട്ടൊക്കെ പാടി പാട്ടൊക്കെ കേട്ട് ഇവിടുന്ന് ഓടി ഇങ്ങ് എത്തും. ഒരു 2.5 മണിക്കൂർ വീടെത്താൻ. 2.5-3 മണിക്കൂർ ട്രാഫിക് കാണത്തില്ല. അതാണ് നൈറ്റ് റൈഡ് ഞാൻ മാക്സിമം നോക്കാൻ കാരണം. വീടെത്തുന്നവരെ വ്ളോഗ് ആക്കണം. 2-3 മണിയിലാവും. നോക്കാം. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം വീഡിയോ. അപ്പോൾ സമയം എന്താ കറക്റ്റ് 1 മണി ആയിട്ടുണ്ട് കേട്ടോ. വീടെത്തിയപ്പം വീട്ടിൽ കയറാനായിട്ട് പോവുകയാണ്. ഓക്കെ. അമ്മ വന്ന് കയറ്റി പറഞ്ഞ് അമ്മത് അവിടെ എനിക്കവിടെ നിൽക്കുകയാണ്. അപ്പം കറക്റ്റ് 1 മണിയായപ്പോൾ വീടെത്തിയിട്ടുണ്ട്. വർക്കപ്പിച്ചതാ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഗായത്രി. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. നോക്കടി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഗായത്രി വർക്കപ്പിച്ച് എനിക്ക് താമസം ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇനിയിപ്പം ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പം വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ? സൂപ്പറായിരുന്നു അല്ലേ? എല്ലാം കണ്ടോ അവിടെ? സൂപ്പറായിരുന്നു. അടിച്ച് പൊളിച്ചല്ലേ ഇന്ന്? എന്തൊക്കെ ചെയ്തെന്ന് അവിടെ ഇത്രയും ഉറക്കം വെച്ച് വിട്ടില്ല കേട്ടാ. അപ്പം എന്തായാലും മറ്റൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും അത് മാത്രമാണ് ഞാൻ.